സ്മര്യപുരുഷനായ മുഖവരിയൊന്നും ആവശ്യമില്ലാത്ത ഉമ്മൻചാണ്ടിയുടെ പ്രോജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ എൻ്റെ വിനയഭരിതമായ സ്നേഹനിർഭരമായ പ്രണാമം അർപ്പിക്കാൻ. ഞാനൊരു പ്രാസംഗികനായിട്ട് ഇവിടെ എത്തിയതല്ല. ഇന്ന് യാദൃശ്ചികമായിട്ടാണ് തിരുവനന്തപുരത്ത് തന്നെ എത്തിയത്. പുരാവസ്തു വകുപ്പിൻ്റെ ഒരു നാണയ നിധി ശേഖരത്തിൻ്റെ പ്രദർശനം ഉദ്ഘാടനം ചെയ്തതിനടുത്ത് ഇതുവഴി പോകുമ്പോഴാണ് നമ്മുടെ വിവരമറിയുകയും മാത്രമല്ല എൻ്റെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ നമ്മുടെ ശബ്ദം കേൾക്കുകയും ചെയ്തപ്പോഴാണ് ഇവിടെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് എൻ്റെ അസാന്നിധ്യം ആർക്കെങ്കിലും അസൗകര്യം ഉണ്ടാക്കി ക്ഷമിക്കണമെന്നാണ് എൻ്റെ ആദ്യത്തെ അഭ്യർത്ഥന. ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയാൻ പുനരുവോളം പറയാനുണ്ട് എനിക്ക്. മറ്റാരേക്കാളും എനിക്ക് ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള ഹൃദയബന്ധത്തിൻ്റെ ആത്മഹർഷം നിറഞ്ഞ ഭൂതകാല ചരിത്രത്തിൻ്റെ നിധികൾ വാക്കുകൾക്കതീതമായി സൂക്ഷിക്കുന്ന ഒരു എളിയ പൊതുപ്രവർത്തകനാണ്. കൂടുതലൊന്നും പറയാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ആളുകളെ വിളിച്ചിരുന്നു. അവിടെ എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ക്ഷമാപണം നടത്തിയത്. ഉമ്മൻചാണ്ടിയും ഞാനും തമ്മിലുള്ള ബന്ധത്തിന് ഒരു ആമുഖമേ ആവശ്യമില്ല. AK ആൻ്റണി ഉമ്മൻചാണ്ടി കടന്നപ്പള്ളി സിന്ദാബാദ് വിളിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. AK ആൻ്റണി എന്ന് പറയുന്ന സമുന്നതനായ നേതാവിനോടൊപ്പം ഉമ്മൻചാണ്ടിയും ഞാനും KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിരുന്നു. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി പ്രസിഡൻ്റായപ്പോൾ ഞാൻ ജനറൽ സെക്രട്ടറിയും പിന്നീട് വൈസ് പ്രസിഡൻ്റായി. അതിനുശേഷമാണ് ഞാൻ KSU പ്രസിഡൻ്റായത്. തൃശ്ശൂരിലെ സമ്മേളനത്തിൽ വെച്ച് ഡൽഹിയിൽ നിന്ന് ഇന്ദിരാഗാന്ധി പറയുന്നു നോമിനേഷൻ കൊടുക്കണം. അങ്ങനെയാണ് ഞാൻ പോയി നിർബന്ധിതനാകുന്നത്. അത്ഭുതത്തോടുകൂടി 71-ൽ 26-ാമത്തെ വയസ്സിൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പടവുകൾ കയറാൻ എനിക്ക് കരുത്തും ശക്തിയുമായി നിന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പടവുകൾ തന്നെയാണ്. ഇന്നും ഞാൻ എത്തി നിൽക്കുന്ന ഓരോ പടവുകളിലും എത്തുമ്പോൾ അതിനാധാരഭൂതമായ ആത്മചൈതന്യമായി പ്രവർത്തിക്കുന്നത് ഉമ്മൻചാണ്ടിയെപ്പോലുള്ള സഹപ്രവർത്തക സുഹൃത്തുക്കളുടെ ഹൃദയബന്ധിതമായ ആത്മബന്ധമാണ്, ഉപദേശ നിർദ്ദേശങ്ങളാണ്. ഇന്ന് മാത്രമേ ഞാനിവിടെ പറഞ്ഞു. ഒരുപാടുണ്ട് പറയാം. എറണാകുളം ഓഫീസിലെ ഒറ്റ സംഭവം കൂടി ഞാൻ പറയുകയാണ്. ആ ബന്ധത്തിന് അവിടെ ഒരു ദിവസം രാവിലെ പുറപ്പെടണം. ഞാൻ പറഞ്ഞു ബ്രഷ് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ബ്രഷ് മേടിക്കാൻ വരാം, കാശുണ്ടോ? അപ്പോൾ ബ്രഷ് മേടിക്കാനുള്ള കാശും ഇല്ലായിരുന്നു. ഇപ്പോൾ കടന്നപ്പള്ളിയെ ബ്രഷ് ഇല്ലേന്ന് വെച്ചു. ഞാൻ ഉപയോഗിച്ച ബ്രഷും കുഴപ്പമില്ല, കടന്നപ്പള്ളിയതല്ലേ. അയ്യോ ഞാൻ തരില്ല എന്ന് പറഞ്ഞു. തരില്ല എന്ന് പറയേണ്ട താമസം ബലം പ്രയോഗിച്ച് ആ ബ്രഷ് എടുത്ത് പേഷ്യൻ്റ് തേച്ചു. അതെ, ഇന്നാരെങ്കിലും മറ്റൊരാളുടെ ബ്രഷ് നോക്കുമോ? കയ്യിൽ പിടിക്കുമോ? ഭാര്യയും ഭർത്താവും മക്കളും പരസ്പരം ഉപയോഗിക്കുമോ? അതാണ് ഈ കാലഘട്ടം. അന്ന് എല്ലാം ഇതാണ്. ഹൃദയബന്ധത്തിൻ്റെ അനുവചനീയമായ പടഹധ്വനിയായിരുന്നു ഞങ്ങളുടെ ഓരോ പദവിന്യാസങ്ങളും. മുഖവരിയൊന്നും ആവശ്യമില്ലാത്ത, ആമുഖം ആവശ്യമില്ലാത്ത, എന്നും സചേതനമായ സാന്നിധ്യം കൊണ്ട് നമ്മുടെ എല്ലാം ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ഒരു മഹൽ വ്യക്തിത്വം. ഒരു മുഖവരിയൊന്നും അനുബന്ധമായിട്ടൊന്നും പറയാൻ, ഉമ്മൻചാണ്ടി എന്ന് മാത്രം പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന് ഒരുപാട് പദവികളും അലങ്കാരങ്ങളുമുണ്ട്. അതൊന്നും പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും വൈകുന്നേരത്തെ സമാപന ചടങ്ങിൽ പങ്കെടുക്കാൻ എന്നായിരുന്നു വാസ്തവത്തിൽ അറിഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ 2-3 ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് ട്രെയിനിന് പോകേണ്ടതുകൊണ്ട് തീർച്ചയായും ഇവിടെ വന്നാൽ ഇങ്ങനെ യാദൃച്ഛികമായിട്ടാണെങ്കിലും നേരത്തെ ആഗ്രഹിച്ചു വീട്ടിൽ പോകണമെന്ന് ഇന്നലെ പറയുകയും ചെയ്തു. പക്ഷേ അതിന് സമയം ലഭിക്കാത്തതുകൊണ്ടും അവർ അസൗകര്യം ഉണ്ടാക്കേണ്ട എന്ന് കരുതിയുകൊണ്ടാണ് ഇവിടെ എത്തിയത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുക ഹൃദയപൂർവ്വം. അതുമാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ആ സ്നേഹനിധിയുടെ, ആ സഹപ്രവർത്തകൻ്റെ, ആ സഹോദരൻ്റെ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഹൃദയബന്ധത്തിൻ്റെ, ആത്മബന്ധത്തിൻ്റെ ദീപ്തമായ ഓർമ്മകളിലൂടെ മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ ഹ്രസ്വമായ വാക്കുകൾ വിസ്മരിക്കുന്നു. നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട കടന്നപ്പള്ളി സാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. എനിക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ വീട്ടിലൊന്ന് വരണം, നിങ്ങളെ ഒന്ന് വന്ന് കാണണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ സാറിന് മനസ്സിലാക്കി
കുഞ്ഞാലിക്കുട്ടി സാർ സംസാരിക്കുമ്പം ഇവിടെ അപ്പയുടെ പരിപാടി നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണ്. ഈ സർക്കാരിൻ്റെ ഭാഗമാണ്. എൻ്റെ പിതാവിൻ്റെ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയ ചേരിയാണ്. പക്ഷെ അദ്ദേഹം ഈ പരിപാടിയിലേക്ക് കടന്നു വരുവാനുള്ള മനസ്സ് കാണിച്ചു. അത് ഈ നാട്ടിൽ നിലനിന്നിരുന്നൊരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഒരു നന്മയുള്ളൊരു കാലമുണ്ടായിരുന്നു. ഇന്നും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാലഘട്ടത്തിൽ പരസ്പര സഹോദരങ്ങളെക്കാട്ടി വലിയ ബന്ധമാണ്. അതുകൊണ്ടാണ് പ്രത്യേകമായ നന്ദിയും കടപ്പാടും ശ്രീ രാമേന്ദ്രൻ സാറിനോട് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കുള്ള ലീഡർഷിപ്പ് മോഡലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ നേതാക്കന്മാർ നാളത്തെ നേതാക്കന്മാരെ കാണും. ഇതിൽ പരം ഒരു ലീഡർഷിപ്പ് മോഡൽ നിങ്ങൾക്ക് കിട്ടാനില്ല. നിങ്ങൾ പരസ്പരമുള്ള ബന്ധം ഇങ്ങനെ വളർത്തിയെടുക്കണം. തീർച്ചയായിട്ടും എനിക്ക് വളരെയധികം സന്തോഷം കാണും. ഞാൻ പറഞ്ഞില്ലേ, സാറ് പറഞ്ഞ പോലെ തന്നെ വിളിച്ച് ഈ പരിപാടിയുടെ കാര്യം സൂചിപ്പിച്ചില്ല, പക്ഷേ ഇങ്ങോട്ട് വിളിച്ച് പറയുകയാണ് ഞാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന സാറിനുള്ള നന്ദിയും കടപ്പാടും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് വേണ്ടിയും ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയും അദ്ദേഹം ഇന്ന് സന്തോഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അദ്ദേഹത്തിന് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷന് വേണ്ടിയും പ്രിയപ്പെട്ട രാമേന്ദ്രൻ സാറിനോട് നന്ദി പറയുന്നു.